എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. പുണർദം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജനുവരി 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പുണർദം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജനുവരി 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Two of Pentacles, Page of Cups, Magician, Strength, Seven of Swords, Six of Pentacles. പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം, അതായത് ജനുവരി 2025, ആദ്യം തന്നെ ടു ഓഫ് പെൻഡക്കിൾസ് എനർജി ആൻഡ് സ്ട്രെങ്ത് കാർഡാണ്. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ ഈ ഒരു മാസം തുടങ്ങുമ്പോൾ ചെറിയൊരു സാമ്പത്തികമായിട്ടുള്ളൊരു പ്രതിസന്ധി, അതായത് ക്യാഷ് റോൾ ചെയ്യേണ്ടി വരിക, മറിക്കേണ്ടി വരിക, അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നിരിക്കാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാൽ കൂടിയും മാസം അവസാനിക്കുമ്പോൾ ആ ഒരു പ്രതിസന്ധികളും കാര്യങ്ങളും പെട്ടെന്നുണ്ടാകുന്ന ഒരു സാമ്പത്തിക പ്രതിസന്ധി ആയിരിക്കും. അത് ഒരൊറ്റ ദിവസം കൊണ്ട് പെട്ടെന്ന് വരേണ്ടി വരുന്ന ഒരു സാമ്പത്തിക പ്രതിസന്ധി, കയ്യിൽ പെട്ടെന്ന് എടുക്കാൻ പൈസ ഉണ്ടാവാത്തൊരു സാഹചര്യമാവാം. പക്ഷെ അത് ആ ഒരു പെട്ടെന്നുള്ള ആ ഒരു മാസം, ആ ഒരു ദിവസത്തെ ഒരു സാഹചര്യമാണ്. ഈ ഒരു മാസം അവസാനിക്കുമ്പോൾ ആ പ്രതിസന്ധികളൊക്കെ നിങ്ങളിൽ നിന്ന് അകലുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു സമയം ഇത് എടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു സമയത്ത് നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുകയാണത്. അതായത് ഒരു ഉൾക്കാഴ്ചയോട് കൂടിയിട്ട് നേരത്തെ തന്നെ സേവ് ചെയ്യുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ സാഹചര്യം നിങ്ങൾക്കില്ലെങ്കിൽ കുറച്ച് പൈസ ആദ്യമേ തന്നെ സേവ് ചെയ്ത് വയ്ക്കുക. ശമ്പളം കിട്ടിയ ഉടനെ ചിലവാക്കാതെ സേവ് ചെയ്യാനായിട്ട് വയ്ക്കുക. അതിനുശേഷം ചിലവാക്കുക. അമിതമായിട്ടുള്ള ചിലവുകൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും സമ്മാനങ്ങളോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനോ അല്ലെങ്കിൽ കുറച്ച് പൈസ ചിലവുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനോ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. പൈസ സേവ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു മാസം, പ്രത്യേകിച്ച് ആദ്യത്തെ ആഴ്ചയിൽ. അപ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ 1-2 തീയതികളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് വലിയ പ്രതിസന്ധികളില്ലാതെ തന്നെ കാര്യങ്ങൾ പോകാം. പിന്നെ ചില ആളുകളെ സംബന്ധിച്ച് ഇത് ഉദ്ദേശിക്കുന്നത് ജോലി സംബന്ധമായിട്ടുള്ള ഒരു മാറ്റമാണ്. ഒരു തീരെ പ്രതീക്ഷിക്കാതെ ജോലിയിലൊരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ട്രാൻസ്ഫറും മറ്റു കാര്യങ്ങളായിരിക്കാം. നിങ്ങളുടെ സ്ഥാപനത്തിൽ തന്നെ, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ തന്നെ മറ്റൊരു ഇടത്തേക്കോ മറ്റു ഡിപ്പാർട്ട്മെൻറ്റിലേക്കോ അങ്ങനെയൊക്കെയുള്ളൊരു മാറ്റങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് കാണാം. അപ്പോൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ, ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് സംബന്ധമായിട്ടുള്ള ചില മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ തുടക്കത്തിലുണ്ട്. എന്നിരുന്നാൽ കൂടിയും മുന്നോട്ടേക്ക് പോകുമ്പോൾ ആ മാറ്റങ്ങൾ അതിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. സ്ട്രെങ്ത് കാർഡാണ്. അപ്പോൾ ചുറ്റുപാടും ഇവിടെ ഈ ഒരു മാസം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ചുറ്റുപാടുമുള്ളവരോട്, സഹജീവികളോടൊക്കെ വളരെയധികം സ്നേഹത്തോടും കാരുണ്യത്തോടും സഹതാപത്തോടും കൂടിയിട്ട് പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ മറ്റ് കർമ്മ മേഖലകളിൽ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ സാമ്പത്തികമായിട്ടുള്ള മേഖലയിൽ ഈ ഒരു മാസത്തിൻ്റെ തുടക്കത്തിലുണ്ടാകുന്ന പ്രതിസന്ധികൾ മാറാൻ നിങ്ങൾ ആദ്യമേ പൊതുവേ നമ്മൾ പറയുമല്ലോ, മനുഷ്യർ സഹജീവികളോട് കാരുണ്യത്തോടു കൂടി പെരുമാറുക എന്നുള്ളത്. ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അന്നദാനം ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് ഇപ്പോൾ അന്നദാനം എന്ന് പറഞ്ഞാൽ വലിയൊരു ചെലവ് എന്നുള്ള രീതിയിലല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ മനസ്സറിഞ്ഞ് ചെയ്യുക. എന്താണ് ചെയ്യുന്നതെങ്കിലും ഒരു നേരത്തെ അന്നം ഒരാൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അത് നമ്മൾ മനസ്സറിഞ്ഞാണ് കൊടുക്കുന്നത് എങ്കിൽ അവിടെ വേറെ പ്രത്യേകിച്ച് വലിയ രീതിയിൽ 10,000-10,000 രൂപയ്ക്ക് ഒത്തിരി ആളുകൾക്ക് ചിലവാക്കേണ്ട കാര്യമില്ല. ഒരാൾക്ക് കൊടുക്കുമ്പോഴും നമ്മൾ കഴിക്കുന്ന അതേ ഭക്ഷണം മനസ്സറിഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ കൊടുക്കാൻ പറ്റുന്നു. കൊടുക്കുന്നത് മനസ്സറിഞ്ഞാണ് ഇങ്ങനെയൊക്കെ എന്നുള്ള രീതിയിൽ ചെയ്യുക. ഒത്തിരി കൊടുക്കുകയോ പൈസ എന്നുള്ള ഒരു രീതിയിലേക്ക് ആവരുത് ചിന്ത പോകേണ്ടത്. മറിച്ച് മറ്റൊരാൾക്ക് ചെയ്യുമ്പോൾ അത് മനസ്സറിഞ്ഞിട്ടുള്ള ഒരു ചെയ്ത്തായിരിക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ കുട്ടികളോട് പ്രത്യേകിച്ച് കാരുണ്യത്തോട് കൂടിയിട്ട് പെരുമാറുക. അത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. മറ്റുള്ളവരെ ശാരീരികവും മാനസികവുമായിട്ട് ഉപദ്രവിക്കുന്ന തരത്തിലുള്ള വാക്കുകളോ പ്രവൃത്തികളോ ഉണ്ടാകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊക്കെ നിങ്ങളുടെ കർമ്മ മേഖലയിൽ, പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലയിൽ മാറ്റങ്ങൾ വരുത്താം.
അതൊന്ന് ശ്രദ്ധിക്കാവുന്ന കാര്യമാണ്. പിന്നെ പറയാനുള്ളത് പേജ് ഓഫ് കപ്സ് എനർജി, അതേപോലെ 7 ഓഫ് സോട്സ് എനർജിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒത്തിരി ആഗ്രഹങ്ങൾ വളരെയധികം കൂടുതലുള്ള ഒരു സമയമായിരിക്കും. അപ്പോൾ അത് വേണം ഇത് വേണം എന്നുള്ളത്. അപ്പോൾ അതും ശ്രദ്ധിക്കുക. കാരണം ചിലവ് പെട്ടെന്നുള്ള തീരുമാനത്തിൻ്റെ പുറത്ത് എന്തെങ്കിലുമൊക്കെ വില കൂടിയ കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ കടയിൽ പോകുമ്പോഴും മറ്റും ഷോപ്പിങ്ങിനൊക്കെ പോകുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളാണ് പുറത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരാൾ ആരെങ്കിലും പോകാനുണ്ടെങ്കിൽ മറ്റാളുകളെ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വിടുക. കാരണം നിങ്ങൾ പൊതുവേ പുറത്ത് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ 10 രൂപയ്ക്കാണെങ്കിലും 10 രൂപയ്ക്ക് നിങ്ങൾ അനാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് വാങ്ങിക്കുന്നത് എങ്കിൽ അത് അനാവശ്യ ചിലവാണ്, അത് പാഴ്ചിലവാണ്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് കടകളിലധികം കയറി ഇറങ്ങാതിരിക്കുന്നതായിരിക്കും ഉത്തമം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യുന്നത്. കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ആ ഒരു സാഹചര്യം പറഞ്ഞത്. പിന്നെ ലക്ഷറി മറ്റു കാര്യങ്ങളിലൊക്കെ വളരെ താല്പര്യമുള്ള ഒരു സാഹചര്യമായിരിക്കും ഈ ഒരു മാസം. സാമ്പത്തികമായിട്ട് ഈ ഒരു മാസത്തിൻ്റെ തുടക്കത്തിൽ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. പിന്നെ ഫാമിലി ലൈഫ് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു സാഹചര്യമാണ്. ഒത്തിരി വളരെ ഫാമിലി, പ്രത്യേകിച്ച് ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, പ്രണയത്തിലായിട്ടുള്ളവർ, അങ്ങനെയുള്ളവരൊക്കെ വളരെയധികം സ്നേഹവും റൊമാൻറ്റിക് ആയിട്ടുള്ള ഇരിക്കുന്ന ഒരു സാഹചര്യമാണ്. നല്ലൊരു സ്നേഹ പ്രകടനങ്ങളും ഒക്കെ ജീവിതത്തിലുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഫാമിലി ലൈഫ് വളരെ സംതൃപ്തമായിരിക്കും ഈ ഒരു മാസത്തിൽ. പിന്നെ മറ്റുള്ളവരോടുള്ള സംസാരവും കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെയൊക്കെ നിങ്ങൾ എല്ലാവരോടും നല്ല രീതിയിലാണ് സംസാരിക്കുക, വളരെ സോഷ്യലായിരിക്കും. പക്ഷേ ഞാൻ എന്നുള്ളൊരു ഭാവം അല്ലെങ്കിൽ തന്നിൽ താഴെ ഉള്ളവരോടുള്ള ഒരു അഹം എന്നുള്ളൊരു ഭാവത്തിൽ പ്രതിമാറ്റം വരാതിരിക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ചില ആളുകളെ സംബന്ധിച്ച് എടുത്ത് പറയേണ്ടുന്ന കാര്യമാണ്, കുറച്ച് ഒരു അത്യാഗ്രഹം എന്നൊക്കെ നമ്മൾ പറയില്ല, ആ ഒരു രീതിയിലേക്ക്, അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുന്നതോ നേടുന്നതോ ഒക്കെ നമ്മൾക്ക് അർഹതപ്പെട്ട കാര്യങ്ങളായിരിക്കണം എന്നുള്ളത് ചിന്തിക്കുക. നമ്മൾക്ക് അർഹതപ്പെട്ടതിനേക്കാൾ കൂടുതൽ നമ്മൾ എടുക്കുമ്പോഴാണത് അതൊരു ഗ്രീഡ് ആയി മാറുന്നത്, അത്യാഗ്രഹമായിട്ട് മാറുന്നത്. അപ്പോൾ ഇവിടെ എടുത്ത് പറയാനുള്ള കാര്യം, എന്തെങ്കിലും ഗവൺമെൻറ്റലായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ റിസർവേഷൻസ് ഒക്കെ ചില ആളുകൾ പറയും. ഇപ്പോൾ വളരെയധികം സാമ്പത്തികമായിട്ട് മുന്നിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കൂടിയും ചില ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന, അതായത് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നൽകുന്നു അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ എന്നുള്ള രീതിയിൽ നൽകുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ശ്രമിക്കുന്ന ചില ആളുകളുടെ, എല്ലാവരും അങ്ങനെയാണെന്നല്ല, ഉണ്ട്, അങ്ങനെ ഒരു രീതിയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തൊരു കാര്യമാണെങ്കിൽ കൂടിയും വെറുതെ കിട്ടിയതാണല്ലോ എന്ന് വിചാരിച്ചെടുത്തിട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. അർഹതപ്പെട്ടവർക്ക് അത് നൽകുക എന്നുള്ളതാണ്. നമ്മളായിട്ട് അത് എടുക്കുമ്പോൾ അർഹതപ്പെട്ട ഒരാൾക്ക് നഷ്ടപ്പെടുന്നു എങ്കിൽ, നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് അത് സ്വയം വാങ്ങിക്കാനുള്ളൊരു കഴിവുണ്ട് എങ്കിൽ അത് അർഹതപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുക എന്നുള്ളതാണ്. അതാണ് നേരത്തെ പറഞ്ഞൊരു സ്നേഹവും കാരുണ്യമൊക്കെ കാണിക്കുക, അത്യാഗ്രഹം മനസ്സിൽ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അഹം എന്ന ഭാവം ഒഴിവാക്കുക. ഇതൊക്കെ വളരെയധികം കാണിക്കുന്ന ഈ ഒരു മാസത്തിൽ കാണുന്ന ഒരു സാഹചര്യമാണ്, പ്രത്യേകിച്ച് ഈ ഒരു മാസത്തിൻ്റെ തുടക്കത്തിൽ. മാസം മുന്നോട്ടേക്ക് പോകുമ്പോൾ ഒരു പകുതി, ജനുവരി പകുതിയൊക്കെ കഴിയുന്തോറും നിങ്ങളുടെ ഉള്ളിലേക്ക് ആ ഒരു പോസിറ്റിവിറ്റി കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നെഗറ്റിവിറ്റി മാറുന്നത്, നരസിംഹമൂർത്തി ആരാധിക്കുന്നത് നല്ലതായിരിക്കും ഹിന്ദുസ് ആയിട്ടുള്ളവർ. അല്ലാത്തവർ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ മനസ്സിൽ നിന്ന് നെഗറ്റിവിറ്റി മാറാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. നെക്സ്റ്റ് വന്നിട്ട് മജീഷ്യൻ എനർജി ആൻഡ് 6 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു മാസം ഒരു പകുതി കഴിയുമ്പോഴത്തേക്കൊക്കെ നിങ്ങളുടെ ഉള്ളിൽ വളരെ പോസിറ്റിവിറ്റി ആയിരിക്കും. അപ്പോൾ ഒത്തിരി കാര്യങ്ങളിൽ മാറ്റം വരുന്നുണ്ട്. ഇപ്പോൾ ജോലിയിലാണെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടുന്ന സമയമാണ്. അപ്പോൾ ജോലിയിൽ എന്തെങ്കിലും ട്രാൻസ്ഫർ ആഗ്രഹിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ശമ്പള വർധനവോ പ്രൊമോഷനോ മറ്റു കാര്യങ്ങൾ, സർക്കാർ ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർക്ക്, അതേപോലെ കോമ്പറ്റീറ്റീവ് എക്സാം പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് വിദേശത്തേക്ക് പോകുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് OET അതുപോലുള്ള കാര്യങ്ങൾ, IELTS എന്തെങ്കിലുമൊക്കെ എക്സാംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ സാധ്യതകൾ ഏറി നിൽക്കുന്ന സമയമാണ്. ഈ ഒരു സമയത്ത് എക്സാമിൻ്റെ ഡേറ്റ് ഈ ഒരു ജനുവരി പകുതിക്ക് ശേഷം എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉത്തമം. അതുകൊണ്ട് മാത്രം കാര്യം ഇല്ല, പഠിക്കുക കൂടി വേണം. ഒരു പരിധി വരെയുള്ളത് ആ ഒരു ജനുവരി പകുതിക്ക് ശേഷമാണെങ്കിൽ നല്ലതായിരിക്കും എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഈ ഒരു മാസം നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ചിട്ട് നേടണമെന്ന് ആഗ്രഹിച്ച കാര്യം നിങ്ങൾ നേടുന്ന ഒരു സമയമാണ്. അത് ഓരോരുത്തരുടെയും വ്യത്യസ്തമായിരിക്കും. അത് എന്താണ് എന്നുള്ളത് നിങ്ങളുടെ ജീവിത സാഹചര്യത്തെ പൊറുത്തിരിക്കും. പിന്നെ 6 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. അപ്പോൾ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ മെച്ചം വരുന്നുണ്ട്. ഈ ഒരു മാസം തുടക്കത്തിൽ കുറച്ച് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ടെങ്കിലും മുന്നോട്ടേക്ക് പോകും തോറും
ഈ ഒരു മാസം അവസാനിക്കുന്നത് സന്തോഷ വാർത്തയോട് കൂടിയിട്ടാവാം. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ബിസിനസ് ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് സാമ്പത്തിക നേട്ടങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നുണ്ട്. ജോലിയിലാണെങ്കിലും അതേപോലെ ബിസിനസ്സിൽ പ്രത്യേകിച്ച് കൂടുതൽ നേട്ടങ്ങൾ കാണിക്കുന്നുണ്ട്. അതേപോലെ വരവ് കൂടുതലായിട്ടുള്ള സമയമാണ്. പിന്നെ കടമൊക്കെ വാങ്ങിച്ചിട്ടുള്ളവരാണ് പ്രത്യേകിച്ച് ഈ ഒരു മാസം തുടക്കത്തിൽ കടം വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു മാസം അവസാനം തന്നെ കൊടുത്തു തീർക്കാൻ പറ്റുന്നു എന്നുള്ളതൊരു സംതൃപ്തി നൽകുന്ന കാര്യമാണ്. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഒരു സന്തോഷത്തോടു കൂടിയിട്ടായിരിക്കും ഈ ഒരു മാസം അവസാനിക്കുന്നത് എന്ന് തന്നെ പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.